ഗൗരി ലങ്കേഷ് കൊല്ലപ്പെട്ടിട്ട് ഇന്ന് 7 കൊല്ലം കഴിഞ്ഞു. എന്നിട്ടും കുടുംബത്തിന് നീതി കിട്ടിയില്ല എന്നാണ് പരാതി. വിചാരണയ്ക്ക് അതിവേഗ കോടതി പ്രഖ്യാപിച്ചെങ്കിലും ഒന്നും നടപ്പായില്ല. വിചാരണ വൈകുന്നത് പ്രതികൾക്ക് ജാമ്യം ലഭിക്കാൻ കാരണമാകും. നിയമപോരാട്ടം തുടരുമെന്നും സഹോദരി കവിത ലങ്കേഷ് പറയുന്നു. അരുൺ പൂപ്പറമ്പ വിശദാംശങ്ങളുമായി ചേരുന്നു ബംഗളൂരുവിൽ നിന്ന്. അരുൺ, ഗുഡ് മോർണിംഗ്. പറയൂ അരുൺ. തീർച്ചയായിട്ടും ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗൗരി ലങ്കേഷ് കൊല്ലപ്പെട്ടിട്ട് 7 വർഷം പിന്നിടുകയാണ്. 2017 സെപ്റ്റംബർ 5-നാണ് ഗൗരി ലങ്കേഷ് കൊല്ലപ്പെട്ടത്. അതിനുശേഷം അതിൻ്റെ 7 വർഷം പിന്നിടുമ്പോൾ ഇപ്പോഴും നീതി ലഭിച്ചില്ല എന്ന് ഗൗരി ലങ്കേഷിൻ്റെ കുടുംബം പറയുകയാണ്. ഈ കേസിൽ അന്വേഷണം പൂർത്തിയാക്കി വിചാരണയിലേക്ക് കടന്നിട്ടുണ്ട്. പക്ഷേ വിചാരണ നടപടികൾ വളരെ സ്ലോ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് കുടുംബം പറയുന്നത്. അത് അതിവേഗ കോടതി ഇതിൻ്റെ വിചാരണയ്ക്ക് വേണ്ടി വേണം എന്ന് കുടുംബം ആവശ്യപ്പെടുകയും അത് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ആ പ്രഖ്യാപനം പിന്നീട് നടപ്പിലായില്ല. ഇപ്പോൾ ഈ വിചാരണ വളരെ സ്ലോയിൽ പോകുന്നത് കൊണ്ട് തന്നെ നിലവിൽ കൂടുതൽ സാക്ഷികളെ വിസ്തരിക്കുകയോ അതിൻ്റെ വിചാരണ നടപടികൾ കൃത്യമായി മുന്നോട്ട് പോകുന്നില്ല. അത് ഈ പ്രതികൾക്ക് രക്ഷപ്പെടാൻ പഴുതുണ്ടാക്കുന്നു എന്നതാണ് ഗൗരി ലങ്കേഷിൻ്റെ കുടുംബം ഇപ്പോൾ ആരോപിക്കുന്നത്. പല പ്രതികൾക്കും നിലവിൽ ഇപ്പോൾ ജാമ്യം ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. അത് വിചാരണ നടപടികൾ ഇത്തരത്തിൽ വളരെ പതിയെ പോകുന്നതിൻ്റെ കാരണത്താലാണ് ഇത്തരം പ്രതികൾക്ക് ജാമ്യം ലഭിക്കുകയും അവർക്ക് രക്ഷപ്പെടാനുള്ള പഴുതുൾപ്പെടെ ഉണ്ടാവുകയും ചെയ്യുന്നതെന്നാണ് ഗൗരി ലങ്കേഷിൻ്റെ കുടുംബം പറയുന്നത്. അതുകൊണ്ട് നീതി ലഭിക്കണമെങ്കിൽ കൂടുതൽ സർക്കാർ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഇടപെടൽ വേണം. ഈ അതിവേഗ കോടതി എന്ന പ്രഖ്യാപനം നടപ്പിലാക്കണം എന്നതാണ് അവർ പറയുന്നത്. 530-ലേറെ സാക്ഷികളിൽ 137 സാക്ഷികൾ മാത്രമാണ് നിലവിൽ ഇപ്പോൾ വിസ്തരിച്ചിട്ടുള്ളത്. അതിവേഗ കോടതി നടപ്പിലാക്കി അത്തരം വിചാരണ നടപടികൾ വേഗത്തിലാക്കണം എന്നതാണ് ഗൗരി ലങ്കേഷിന്റെ കുടുംബം പറയുന്നത്. നിലവിൽ അവർ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. നിയമ പോരാട്ടം തുടരുമെന്ന് 7 വർഷത്തിനിപ്പുറവും ഗൗരി ലങ്കേഷിന്റെ കുടുംബം പറഞ്ഞു വെക്കുകയാണ്. താങ്ക് യു. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്.